ഹായ് ഓൾ, നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഇവല്യൂഷൻ ഓഫ് ലാംഗ്വേജ് ഓഫ് സിനിമ എന്ന് പറഞ്ഞ എസ്സേ ആണ്. സെക്കൻഡ് മോഡ്യൂളിലുള്ള ആൻഡ്രേ ബസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം മേക്കറിൻ്റെ. സോ ഇത് കുറച്ച് വലിയ എസ്സേ ആണ്. ആൻഡ്രേ ബസിൻ്റെ ഒരുപാട് തിയറീസിനെ കുറിച്ചിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. സിനിമയിൽ ആൾ കൊണ്ടുവന്നിട്ടുള്ള ഒബ്സർവേഷനുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എല്ലാം ഒന്നും വലിച്ചു വാരി പഠിക്കേണ്ട. നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പ്രധാന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകാം. അതിനെ ഒരു സമ്മറി ആക്കിയിട്ട് പഠിച്ചു വെച്ചാൽ മതി. സോ ഇയാളൊരു ഫ്രഞ്ച് ഫിലിം ക്രിട്ടിക്കാണ്, തിയറിസ്റ്റാണ്. അവർ മോഡേൺ ഫിലിം തിയറി, ഫിലിം തിയറികൾ, ലിറ്ററേച്ചറിലെ തിയറിയുള്ള പോലെ തന്നെ സിനിമയിലും കുറേ തിയറീസ് ഉണ്ട്. അപ്പോൾ ആ തിയറിയിൽ മോഡേൺ ഫിലിം തിയറിയുടെ ഒരു പിതാവ് പോലെ ഒരു മനുഷ്യനാണ്. ആൾ ഏറ്റവും കൂടുതൽ റിയലിസം, സിനിമയിലുള്ള റിയലിസത്തെ കുറിച്ചിട്ടും ഡയറക്ടറിൻ്റെ റോളിനെ കുറിച്ചിട്ടും സിനിമയിലുള്ള ഒരു ഫിലോസഫീനെ കുറിച്ചിട്ടുമാണ് ഏറ്റവും കൂടുതൽ ആൾ പറഞ്ഞിട്ടുള്ളത്. സിനിമയിൽ ഏറ്റവും കൂടുതൽ റിയലിസം എന്ന് പറഞ്ഞ സാധനം എങ്ങനെയാണ് ആവശ്യം, അതുപോലെ തന്നെ ഡയറക്ടറിൻ്റെ പെർസ്പെക്റ്റീവിൽ എന്തൊക്കെയാണ് സിനിമയിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ, അതുപോലെ തന്നെ ഒരു സിനിമയിൽ ഒരു ഫിലോസഫി ഉണ്ടാവണം, അതൊക്കെ എന്തൊക്കെയാണെന്നാണ് അവർ കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ ആൾ ഏറ്റവും കൂടുതൽ ഈ റിയലിസത്തിൻ്റെ കാര്യം തന്നെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്തിട്ടുള്ളത് റിയൽ ടൈം സ്പേസ് ആണ്. അതായത് ഇങ്ങനെ ആർട്ടി സ്പേസ് അല്ലാതെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ആൾ ഏറ്റവും കൂടുതൽ അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ബസിൻ ബിലീവ്ഡ് സിനിമാസ് ട്രൂ എസൻസ് ഈസ് ഹിസ് എബിലിറ്റി ടു ക്യാപ്ചർ റിയാലിറ്റി റദർ ദാൻ മാനിപ്പുലേറ്റിംഗ് ത്രൂ എക്സസീവ് എഡിറ്റിംഗ്. അപ്പോൾ അയാൾ പ്രധാനമായിട്ടും പറഞ്ഞ കാര്യം എന്താണ്, അതായത് സിനിമയുടെ എബിലിറ്റി, ഒരു നല്ല സിനിമയുടെ കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റിയാലിറ്റി ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അല്ലാതെ ഈ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിയാലിറ്റി കാണിക്കുന്നത്, ഒരുപാട് എഡിറ്റിംഗ് ഒക്കെ കൊണ്ടുവന്നിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് കാണിക്കുന്നതല്ല ഒരു നല്ലൊരു സിനിമയുടെ എസൻസ്. ദെൻ ഇയാൾ പറയുകയാണ് എക്സസീവ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മാനിപ്പുലേഷനാണ്. ഓഡിയൻസിനെ ഇങ്ങനെ അനാവശ്യമായിട്ട് വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന സംഭവം അയാൾ അഡ്വക്കേറ്റ് ചെയ്തിട്ടില്ല. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എംഫസിസ് റിയലിസത്തിനാണ് ആൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇനി ഈ ഒരു എസ്സേയിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രധാന കാര്യങ്ങളെ കുറിച്ചിട്ട് തന്നെയാണ്. ഇൻ ദ എസ്സേ ബസിൻ കമ്പയർഡ് സിനിമ ടു എംബ്രേസിംഗ് ലൈഫ്, ആർഗ്യൂയിങ് ഫിലിം preserves റിയാലിറ്റി നോ മാറ്റർ വാട്ട് ആർട്ട് ഫോം ക്യാൻ. ഹി സോ ഫിലിംസ് ആസ് മീൻ ഓഫ് ഇമ്മോർട്ടലൈസിങ് മൊമെൻറ്റ്സ് ഇൻ ടൈം. സിനിമ എന്ന് പറഞ്ഞാലും ഇതേപോലെ തന്നെ എന്താണ്, റിയാലിറ്റി പ്രിസർവ് ചെയ്യണതായിരിക്കണം. വേറെ ആർട്ട് ഫോമുകളെ പോലെ തന്നെ സിനിമയും റിയാലിറ്റിയെ കാണിക്കണം. അതുപോലെ തന്നെ ഇമ്മോർട്ടലൈസിങ് മൊമെൻറ്റ്സ് ഇൻ ഫ്രെയിമിനെ നമ്മൾ ഇമ്മോർട്ടലൈസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പഴയൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അന്ന് കാലത്തെ സമയത്തെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 1930 കാലഘട്ടത്തിലുള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ ആ 1930 എന്ത് നടന്നു പറയണമെങ്കിൽ ആ സിനിമ കണ്ടാൽ മതി. നമ്മളതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് വേറെ രീതിക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ ആ കാലം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇമ്മോർട്ടലൈസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ കാണാൻ പറ്റില്ല. സോ അതാ പറഞ്ഞിട്ടില്ല, സിനിമ റിയാലിറ്റി കാണിക്കണതായിരിക്കണം. ഇയാളുടെ തിയറിയാണ് ഫ്രഞ്ച് ന്യൂ വേവ് മൊമെൻറ്റ് പിന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. അതുപോലെ തന്നെ റിയൽ വേൾഡ് കാര്യങ്ങൾ, ലിറ്ററേച്ചർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്ര ആവശ്യമില്ല, അതിൻ്റെ ആംഗിൾസ് നമ്മൾ വീണ്ടും പറഞ്ഞു പോകും. ഈ ഒരു എസ്സേയിൽ എവല്യൂഷൻ ഓഫ് ലാംഗ്വേജ് ഓഫ് സിനിമയിൽ പറയണത് എന്താ പറഞ്ഞാൽ ഹൗ ഫിലിം ടെക്നിക് ഇവോൾവ് ഓവർ ടൈം. ഫിലിമിൻ്റെ ടെക്നിക്കുകൾ, ഇപ്പോൾ ഈ റിയലിസം, ക്യാപ്ചറിങ് കാര്യങ്ങളൊക്കെ ഇല്ല, എങ്ങനെയാണ് പല കാര്യങ്ങളനുസരിച്ച് മാറി വന്നത് എന്നുള്ളത് പറയാണ്. എംഫസൈസിങ് ട്രാൻസിഷൻ ഫ്രം സൈലൻറ്റ് സിനിമ ടു സൗണ്ട് സിനിമ. സൈലൻറ്റ് സിനിമ തൊട്ടിട്ട് സൗണ്ട് സിനിമ വരെ എങ്ങനെയൊക്കെയാണ് സിനിമ ഇവോൾവ് ചെയ്ത് വന്നത്. അതുപോലെ തന്നെ എഡിറ്റിംഗ്, റിയലിസം, സിനിമാറ്റോഗ്രഫി, ഇതിലൊക്കെ എങ്ങനെയാണ് മാറ്റം വന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ഹിസ്റ്റോറിക്കൽ എസ്സേയാണ് ഈ ആൻഡ്രേ ബസിൻ്റെ. എന്നിട്ട് ആൾ പറയുകയാണ് ഏർലി ഫിലിംസ് വെർ സൈലൻറ്റ് ഫിലിം എറ. ആദ്യം വന്നിട്ടുള്ളത് നമ്മൾക്കറിയാം, സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലൻറ്റ് സിനിമകളായിരുന്നു. അവിടെ തിയേറ്ററിക്കൽ സിനിമകളായിരുന്നു. അതായത് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ മാത്രം കാണിക്കുന്ന, നാടകത്തിൽ നിന്നും വന്നിട്ടുള്ള സിനിമകളായിരുന്നു. സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുള്ള സാധനത്തെ ഷൂട്ട് ചെയ്തിട്ടായിരുന്നു എഡിറ്റ് ചെയ്തിട്ടുണ്ടാവുക. പണ്ടത്തെ സിനിമകൾ കണ്ടാൽ മനസ്സിലാവും, സെറ്റായിരിക്കും, അല്ലാണ്ട് നമ്മൾ ലൊക്കേഷനിൽ പോയിട്ടൊന്നും ചെയ്യില്ല. അതാ പറഞ്ഞില്ല, ആദ്യം തിയേറ്റർ ഡ്രാമേനെ റെക്കോർഡ് ചെയ്തിട്ടാണ് സിനിമ ആദ്യം സൈലൻറ്റിൽ വന്നത്. പിന്നെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് ടൂളായിട്ടാണ് ഡെവലപ്പ് ചെയ്ത് വന്നത് എന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ മൊണ്ടാഷ്, എഡിറ്റിങ്ങിൻ്റെ കണക്ഷനുള്ള സംഭവമാണ് മൊണ്ടാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൊണ്ടാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോട്ടും മറ്റൊരു ഷോട്ടും തമ്മിൽ കമ്പൈൻ ചെയ്ത് മീനിങ് ഉണ്ടാക്കുന്നതിനാണ് മൊണ്ടാഷ്. എഡിറ്റിങ്ങിൻ്റെ വേറൊരു പേരാണ്. സോ ഇതൊരു ടെക്നിക്കായി മാറിയത് പിന്നെയാണ്. ആദ്യം സിനിമ നാടകം പോലെ തിയേറ്ററിൽ കളിക്കും. ആ കളിക്കുന്നത് ഷൂട്ട് ചെയ്തിട്ട് സൈലൻറ്റ് ഫിലിമായിട്ട് അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കും. പിന്നെയാണ് എഡിറ്റിംഗ് വന്നത് ഒരു ടൂളായിട്ട്. ദെൻ പല എക്സ്പ്രഷനിസ്റ്റ് മൂവ്മെൻറ്റുകൾ, ജർമ്മൻ എക്സ്പ്രഷനിസം, ഫ്രഞ്ച് ഇംപ്രഷനിസം, ഇതൊക്കെ നമ്മളുടെ സ്റ്റോറി ടെല്ലിങ്ങിനെ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരതിനെ അറിഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. സോ സൈലൻറ്റ് ഫിലിംസിന് ഒരു ആർട്ടിസ്റ്റിക് ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്നാണ് ഇയാൾ പിന്നെ പറഞ്ഞിട്ടുള്ളത്. ക്യാമറയുടെ മൊമെൻറ്റുകൾ, കാരണം കാണിക്കുന്നത് റിയൽ ആയിട്ടുള്ള കാര്യമാണ്, ഒന്നും ഫേക്ക് അല്ല. സൈലൻറ്റ് സിനിമകളിലാണ് ഏറ്റവും കൂടുതൽ റിയലിസം കാണാൻ പറ്റുക. സോ അതാണ് ആദ്യം ആൾ പറഞ്ഞിട്ടുള്ളത്.
ഈ മെല്ലെ മെല്ലെ സൗണ്ട് വന്നപ്പോൾ ഓക്കെ ട്രാൻസിഷൻ ടു സൗണ്ട് സിനിമ അറൈവൽ ഓഫ് സൗണ്ട് വന്നതിന് ശേഷം ഫിലിം മേക്കേഴ്സ് അഡോപ്റ്റഡ് ടു സൗണ്ട് റിയലിസം ഇംപ്രൂവ്സ് വിത്ത് സിങ്ക്രണൈസ് സൗണ്ട് മെല്ലെ 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 കുറച്ചുകൂടെ സിനിമ റിയലായി. കാരണം എന്താ കാണുന്നതിൻ്റെ കൂടെ തന്നെ ഡയലോഗും വന്നു, സൗണ്ടും വന്നു, കുറച്ചുകൂടെ എന്താണ് ക്ലാരിറ്റി ആയി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 1930 നടന്ന ആളുകളുടെ ശബ്ദം കേൾക്കാം, അവിടെ നടക്കുന്ന സറൗണ്ടിങ്ങിലെ ശബ്ദങ്ങൾ കേൾക്കാം, കുറച്ചുകൂടെ റിയലിസം സ്ട്രോങ് ആയി. ഓക്കെ, സോ അതാണ് പറഞ്ഞിട്ടുള്ളത് മോണ്ടാഷ് ലോസ് ഡോമിനൻസ്. പിന്നെ സൗണ്ട് വന്നതോടുകൂടിയിട്ട് എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അധികം തിരിഞ്ഞു നോക്കാണ്ടായി. ഓക്കെ, എഡിറ്റിംഗ് ആയിരുന്നു സൈലൻറ്റ് സിനിമകളിൽ ഒരു പ്രധാനമായിട്ടുള്ള മീനിങ് ക്രിയേറ്റ് ചെയ്യാനുള്ള മാർഗ്ഗമെങ്കിൽ സൗണ്ട് വന്നപ്പോൾ മൊണ്ടാഷിന് ഡോമിനൻസ് കുറഞ്ഞു. എഡിറ്റിങ്ങിന് ഡോമിനൻസ് കാരണം എന്താ, ആളുകൾ എന്താ പറയണമെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും, സൗണ്ട് ഉണ്ട്. ഓക്കെ, ദെൻ മെല്ലെ മെല്ലെ റിയലിസം. ഓക്കെ, അതെങ്ങനെയാണ് വന്നതെന്നാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത്. സോ ഡീപ് ഫോക്കസ് ചേഞ്ച് വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ്, ലോങ് ടേക്സ് ബിക്കം പ്രിഫേർഡ് ഓവർ മൊണ്ടാഷ്, ക്യാമറ ബിക്കം മോർ ഡൈനാമിക്. ഇതിൽ പറഞ്ഞത് ഫുള്ള് അതിൻ്റെ ഈ ടെക്നിക്കൽ സാധനങ്ങളെ കുറിച്ചിട്ടാണ്. ഓക്കെ, അതായത് സിനിമയിൽ എഡിറ്റിംഗ് ഒഴിവാക്കിയിട്ട് ലോങ് ടേക്കുകൾ കൂടുതൽ വന്നു. എഡിറ്റിംഗ് ഒഴിവാക്കി ലോങ് ടേക്ക് കൂടുതൽ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡയലോഗ് പറയുമ്പോഴും കട്ട് വിളിക്കുന്നതിന് പകരം ഒരു കണ്ടിന്യൂസ് ഷോട്ട് ഇങ്ങനെ ലോങ് ആയിട്ട് എടുത്തിട്ട് അത് ഇമ്പോർട്ടൻ്റ് ആക്കി മാറ്റി. ഓക്കെ, അല്ലാണ്ട് എല്ലാ ഷോട്ട് കഴിയുമ്പോഴും കട്ട് വിളിക്കുന്നതിന് പകരം ലോങ് ടേക്സിന് കൂടുതൽ പ്രിഫറൻസ് ആളുകൾ കൊടുത്തു. ഓക്കെ, ആൻഡ് ഡീപ് ഫോക്കസ് ചേഞ്ച് ടു വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ്. ഡീപ് ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപ്ചറിങ് മോഡ് കൂടുതൽ ആളുകൾ അഡോപ്റ്റ് ചെയ്ത് തുടങ്ങി. അതായത് ഒരാളുടെ മുഖം തന്നെ ഇങ്ങനെ സീനിൽ കംപ്ലീറ്റ്ലി കാണിക്കുക കുറേ നേരത്തേക്ക്. ഈ ലോങ് ടേക്കിൻ്റെ വേറൊരു സംഭവമാണത്. സോ ക്യാമറ കൂടുതൽ ഡോമിനൻ്റ് ആയിട്ട് മാറി. ഓക്കെ, ക്യാമറയുടെ ഫങ്ഷനിങ് റിയലിസം ക്യാപ്ചർ ചെയ്യാനുള്ള സംഭവമാണ്. സോ അത് കൂടുതൽ ഡോമിനൻസ് ആയി. ദെൻ മിസ് ആൻഡ് സീൻ ഗെയിൻഡ് ഇമ്പോർട്ടൻസ്. മിസ് ആൻഡ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, എങ്ങനെയാണ് ഒരു സീൻ കമ്പൈൻ ചെയ്തിരിക്കുന്നതാണ്, അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൂടി. ഓഡിയൻസ് ഗെയിൻ മോർ ഫ്രീഡം, ഓഡിയൻസിന് കൂടുതൽ ഫ്രീഡം കിട്ടുകയുണ്ടായി. ദെൻ ക്ലാസിക് ഹോളിവുഡ് വേഴ്സസ് റിയലിസ്റ്റ് സിനിമ. ഓക്കെ, ഹോളിവുഡും റിയലിസ്റ്റ് സിനിമകളും ആൾ ഡിഫറൻസിയേഷൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ആൾ പൊതുവേ റിയലിസ്റ്റ് സിനിമകളാണ് താല്പര്യം ഉണ്ടായിരുന്നത്, ഹോളിവുഡ് സിനിമ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ ഹോളിവുഡ് കണ്ടിന്യൂ ടു യൂസ് കണ്ടിന്യൂറ്റി എഡിറ്റിംഗ്. ഹോളിവുഡിൽ ഇപ്പോഴും നമുക്ക് മറ്റേ ഇങ്ങനെ ഒരു 5 സെക്കൻഡ് ഷോട്ട് കഴിഞ്ഞാൽ 5 സെക്കൻഡ് ഷോട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ആൾ കൂടുതൽ ക്രിയേറ്റ് ചെയ്ത് എന്തായിരുന്നു, ലോങ് ടേക്ക് ആയിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ യൂറോപ്യൻ ഫിലിം മേക്കേഴ്സ് ചേഞ്ച് ഇൻ ഹോളിവുഡ് സ്റ്റൈൽ. യൂറോപ്യൻ ഫിലിം മേക്കേഴ്സാണ് ഹോളിവുഡിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റി മറിച്ചത്. ഡോക്യുമെൻ്ററീസ് ടെക്നിക്സ് ഇൻഫ്ലുവൻസ് ഇൻ ഫിക്ഷണൽ ഫിലിംസ്. റിയലിസ്റ്റ് സിനിമ റിലൈഡ് ഓൺ ലോങ് ആൻഡ് മിനിമൽ എഡിറ്റിംഗ്. ഓക്കെ, റിയലിസ്റ്റ് സിനിമകൾ കൂടുതലും ലോങ് ഷോട്ടും വളരെ കുറച്ച് എഡിറ്റിങ്ങുമായിട്ട് മാറി നിന്നപ്പോൾ ഡോക്യുമെൻ്ററി സിനിമകൾ, അങ്ങനത്തെ സിനിമകൾ, യൂറോപ്യൻ ഫിലിംസൊക്കെ ഹോളിവുഡിനെ കോപ്പി ചെയ്ത് ഷോട്ടുകൾ, കുഞ്ഞു ഷോട്ടുകൾ, കണ്ടിന്യൂറ്റി ഷോട്ടുകൾ എടുത്തു തുടങ്ങി. ദെൻ റിയലിസ്റ്റ് സിനിമകളിൽ വേറെ ഒരു ഫീച്ചറാണ് സിനിമ ബിക്കം എ റിഫ്ലക്ഷൻ ഓഫ് ലൈഫ്. സോ സിനിമ ഒരു ഷോട്ടിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പിന്നെ മാറുകയാണ്. ഓക്കെ, സിനിമ റിഫ്ലക്ഷൻ, ലൈഫിൻ്റെ റിഫ്ലക്ഷനായിട്ട് മാറുകയാണ്. പിന്നെ ആളുടെ ലാസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഇവോൾവ് ടുവേർഡ്സ് റിയലിസം, എഡിറ്റിംഗ് ഷുഡ് സിവിയർ റിയാലിറ്റി നോട്ട് മാനിപ്പുലേറ്റഡ്. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ റിയലിസത്തിൽ നിന്ന് ഇൻവോൾവ് ആയിട്ട് വന്നിട്ടുള്ളതാണ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ലോങ് ടേക്കുകൾ, ഡീപ്പ് ഫോക്കസുകൾ, നാച്ചുറൽ സ്റ്റോറി ടെല്ലിങ്. സോ സിനിമയിൽ റിയലിസമാണ് എപ്പോഴും കാണിക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ഉപയോഗിക്കാവൂ. ഓക്കെ, സെർവ് റിയാലിറ്റി, അത് റിയാലിറ്റി കാണിക്കുന്ന രീതിയിൽ വേണം കാണിക്കാനായിട്ട്. റിയാലിറ്റിയെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലല്ല സിനിമയിൽ എഡിറ്റിംഗ് യൂസ് ചെയ്യേണ്ടത്. അതൊരു തരം ആർട്ടിഫിഷ്യൽ മീനിങ് കൺസ്ട്രക്ട് ചെയ്യും. പിന്നെ ടെക്നോളജിയാണ് ഫിലിമിനെ ഷേപ്പ് ചെയ്തിട്ടുള്ളത്. ആൾ പറയുന്നുണ്ട് ക്യാമറ, സൗണ്ട് റെക്കോർഡിംഗ്, ലൈറ്റിംഗ്, ഇതൊക്കെയാണ് സിനിമയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. സിനിമയിൽ റിയാലിറ്റി കാണിക്കാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് ക്യാമറ, ലൈറ്റ്, സൗണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഡയറക്ടർ തലണ്ടായിട്ട് കാര്യമില്ല, അത് എടുത്ത് കാണിക്കണമെങ്കിൽ ഒരു ടൂൾ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ആൾ ക്യാമറയിലെ ടെക്നോളജീനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഫിലിം ഷുഡ് റെപ്രസെൻറ്റ് വ്യൂവേഴ്സ് ഇൻ്റലിജൻസ്. ഫിലിമിൽ എപ്പോഴും വ്യൂവേഴ്സിൻ്റെ ഇൻ്റലിജൻസിനെയും കൂടെ കാണിക്കണം. ഓക്കെ, ആളുകൾ ഈ സീനുകൾ ഇൻ്റർപ്രറ്റ് ചെയ്യും അവരൊരു രീതിക്ക്. സോ അത് നമ്മൾ പരിഗണിക്കണം. ദെൻ ബെസിൻസ് ഐഡിയ ഷേപ്ഡ് മോഡേൺ ഫിലിം തിയറി, ഫ്രഞ്ച് ന്യൂ വേവ്. ഇതിൽ നിന്നിട്ടാണ് ഈ റിയലിസത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള സംഭവത്തിൽ നിന്നിട്ടാണ് ഈ ന്യൂ വേവ് തിയറി പിന്നെ ഫ്രഞ്ചിൽ ഉണ്ടായിട്ടുള്ളത്. സോ ഓവറോൾ ഇതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ റിയാലിറ്റി ക്യാപ്ചർ ചെയ്യുന്ന സംഭവത്തെ കുറിച്ചിട്ടാണ്. സിനിമയിൽ കൂടുതലും റിയാലിറ്റി ക്യാപ്ചർ ചെയ്യണം, അല്ലാതെ ആർട്ടിഫിഷ്യാലിറ്റി അല്ല ക്യാപ്ചർ ചെയ്യേണ്ടത്. ഓക്കെ, ലോങ് ടേക്കുകൾ, ഡീപ്പ് ഫോക്കസ്, നാച്ചുറൽ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടാവണം, അല്ലാണ്ട് ഹെവി എഡിറ്റിംഗ് അല്ല സിനിമകളിൽ ഉണ്ടാകേണ്ടത്. ഓക്കെ, ഇതൊക്കെയാണ് ഇയാളുടെ തിയറിയിലെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ.